ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ ഇന്നത്തെ റെസിപ്പി വെച്ചാൽ വെട്ട് കേക്ക് ഉണ്ടാക്കാൻ പോകുക കേട്ടോ. അപ്പോൾ അതാണ് ഇപ്പോൾ ഇന്നത്തെ. അപ്പോൾ നല്ല വലിയതല്ല, ചെറിയ വെട്ട് കേക്ക് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെട്ട് കേക്ക് ഉണ്ടാക്കാൻ പോണത്. നല്ല മുരുമുരുപ്പായിട്ട് കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നമുക്ക് ആ റെസിപ്പിയിലേക്ക് കടന്നാലോ. വെട്ട് കേക്കിന് ആവശ്യമുള്ളത് 6 ഏലക്ക, പിന്നെ 1 കപ്പ് പഞ്ചസാര കേട്ടോ. അതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് വേഗം ഒന്ന് പഞ്ചസാര ഇതിലേക്ക് ഈ മിക്സീൻ്റെ ചെറിയ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ഇനി അങ്ങോട്ട് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ പൊടിച്ചിരിക്കണം കേട്ടോ. ഏലക്കായും ഇതൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് പൊടിച്ചെടുത്ത് ഇനി അടുത്തത് 4 കോഴിമുട്ട വേണം കേട്ടോ അതിന്. അപ്പോൾ 4 കോഴിമുട്ട ഉടച്ചേക്കണം. ഇനി പൊടിച്ച പഞ്ചസാര ഉണ്ടല്ലോ, അത് അതിലേക്ക് അങ്ങോട്ട് കൊട്ടി കൊടുക്കാം കേട്ടോ. ഇനി 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ നെയ്യ് 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് വിക്സ് കൊണ്ട് ഒന്ന് മെല്ലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ നമുക്ക്. മുട്ടയും പഞ്ചസാരയൊക്കെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ട് നമുക്ക് എന്തായാലും വിക്സ് കൊണ്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ട് നമുക്ക് ഇനി അടുത്തത് നമ്മുടെ ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ കട്ടയായി പഞ്ചസാരയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇതിനോടൊപ്പം ചേർന്നോട്ടേ മട്ട വിക്സ് വെച്ചിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ബീറ്റർ കൊണ്ട് നല്ല ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നല്ല ഒന്ന് പതഞ്ഞ് അങ്ങോട്ടൊക്കെ വരട്ടെ, അതുവരെ ഒന്ന് മെല്ലെ സാവധാനം ഒന്ന് ചെയ്തെടുക്കാം. ഏകദേശം ഇപ്പം നമ്മുടെ എന്താണ് ഒക്കെ ബീറ്റ് ചെയ്ത് നല്ല പതയെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് എന്താ ചെയ്യാം, റവ ഇടാം കേട്ടോ. 1 കപ്പ് റവ ഇടാം. ഇത് ഇനിയിപ്പോൾ ഈ റവ ഒന്ന് നല്ലതുപോലെ കൈ വെച്ചിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് കഴിഞ്ഞിട്ട് 3.5 കപ്പ് മൈദ എനിക്ക് ആവശ്യം വന്നു കേട്ടോ. ഇതിലേക്ക് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കാം. ഇത് എന്താണ് കുഴച്ച് ചപ്പാത്തി ഒക്കെ നമ്മൾ ഇങ്ങനെ മാവൊക്കെ കുഴയ്ക്കുമല്ലോ, അതേപോലെ കുഴച്ചെടുക്കുക. അപ്പോൾ 3 കപ്പ് മെല്ലെ ഇട്ട് കൊടുക്കുക കേട്ടോ. 1 കപ്പ് ആദ്യം ഇട്ട് കൊടുത്ത് അത് നല്ലതുപോലെ എല്ലാവിടെയും ഒന്ന് മിക്സാക്കി എടുത്തിട്ട് പിന്നെ അടുത്ത കപ്പ് എടുക്കാവൂ. അപ്പോൾ ഞാൻ ഇപ്പോൾ അടുത്ത കപ്പ് എടുത്തിക്കണം കേട്ടോ. ഇപ്പോൾ 2 കപ്പായി കേട്ടോ ഇതിലിടുന്നത്. അപ്പോൾ ഈ അളവുകളൊക്കെ കറക്റ്റായിട്ടുള്ളത് തന്നെ എടുക്കണം കേട്ടോ നിങ്ങൾ. അതാണ് നമ്മൾ ഈ കപ്പിൻ്റെ അളവ് തന്നെ എടുക്കണം. അപ്പോൾ നല്ല അടിപൊളി വെട്ട് കേക്ക് തന്നെ കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ 3ാമത്തെ കപ്പാണ് ഞാൻ എടുക്കണം കേട്ടോ. അപ്പോൾ അതും ഇട്ട് ഇതേപോലെ തന്നെ നല്ലതുപോലെ ഒന്ന് കുഴച്ച് നല്ലതുപോലെ പരുവാക്കി എടുക്കുക കേട്ടോ. പിന്നെ ഇങ്ങനെ ഇട്ടൊന്നും ഇതാക്കിയപ്പോൾ പിന്നെ കുറച്ചുകൂടെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ കുറച്ചുകൂടെ മാവൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് കുഴച്ചെടുത്തു കേട്ടോ. അപ്പോൾ എനിക്ക് 3.5 കപ്പ് വേണ്ടി വന്നു. ഇനിയിപ്പോൾ നമ്മുടെ മാവൊക്കെ അങ്ങോട്ട് കുഴച്ചിക്കണം. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ചും നമുക്ക് ചപ്പാത്തിക്കൊക്കെ പരത്താൻ പോലെ മാവ് കുറച്ചിട്ടിട്ട് ഒന്ന് ചാമ്പി എടുക്കാം കേട്ടോ. അപ്പോൾ നല്ലതുപോലെ അങ്ങോട്ട് ചാവി എടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒട്ടണമൊക്കെ കണ്ടിട്ട് ആരും ബേജാറാകുമൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഫസ്റ്റിലൊക്കെ ഇങ്ങനെ ഉണ്ടാകും. പിന്നെ നമ്മളിങ്ങനെ ചാമ്പിയൊക്കെ റെഡിയായി വരുമ്പോൾ അത് ശരിയായിക്കോളൂ കേട്ടോ. അപ്പോൾ കുറച്ച് മാവൊക്കെ ഇട്ടിട്ട് ഒന്ന് നല്ലതുപോലെ അങ്ങോട്ട് ചാമ്പി കൊടുത്താൽ നമ്മുടെ ചപ്പാത്തി മാവ് പോലെ തന്നെ ആവും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ പകുതി ഞാൻ ഒരു ചപ്പാത്തി പോലെ പരത്താൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ ഒന്ന് പകുതി മാവ് എടുത്തിട്ട്
അതേപോലെ പകുതി ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, അതാ കണ്ടില്ലേ. അപ്പോൾ മാവിനെ ഇങ്ങനെ ഉരുളാക്കി എടുത്തിട്ട് നമ്മുടെ ഈ അവിടുത്തെ പലകാപ്പൊടിയിൽ അങ്ങോട്ട് ഇട്ട് ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഒരുപാട് നൈസാക്കി പരത്തരുത്. അപ്പോൾ കുറച്ച് ഒരു എന്താണ് ഇത്തിരി നല്ല കട്ടിയിലിരുന്നോട്ടെ. അപ്പോൾ ഇനിയിപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടതാണല്ലോ. ചതുരത്തിൽ വേണമെങ്കിൽ കട്ട് ചെയ്യാം, പിന്നെ നമ്മുടെ ഈ വെട്ട് കേക്കിൻ്റെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ അതുപോലെ വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. അപ്പോൾ എനിക്ക് ഏകദേശം ഒരു രൂപം പോലെ ഞാൻ വെട്ട് കേക്കിൻ്റെ ഒരു ഇതിലാക്കിയിട്ട് അങ്ങോട്ട് വെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഒരു പരന്ന പാത്രത്തിൽ മുറിച്ചിട്ട് വെക്കണം കേട്ടോ, ഒന്നിനോടൊന്ന് ഒട്ടാതെ നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം. അളവൊക്കെ കറക്റ്റാക്കി എടുത്താണ്ടല്ലോ അടിപൊളി വെട്ടുകേക്ക് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ വെട്ടുകേക്കിനുള്ളതൊക്കെ റെഡിയായി. ഇനിയിപ്പോൾ ചട്ടി വെച്ച് നല്ലതുപോലെ ചൂടാകട്ടെ. അപ്പോൾ ഞാൻ പാത്രത്തിലേക്ക് ഇങ്ങനെ ഒന്നിനോടൊന്ന് ഒട്ടാതെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ മാറ്റി വെച്ച് ചട്ടി നല്ല ചൂടായപ്പോൾ ഓയിലാട്ടോ ഞാൻ ഒഴിച്ചിരിക്കണത്. അപ്പോൾ നമ്മുടെ ഓയിൽ എടുത്തിട്ട് ചട്ടിയിലേക്ക് ഒഴിച്ച് ആവശ്യത്തിന് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഇത് നല്ലതുപോലെ അങ്ങോട്ട് വെട്ടി തിളച്ച് അങ്ങോട്ട് വരട്ടെ. അപ്പം നമുക്കൊന്ന് തീ കുറച്ച് വെക്കണം കേട്ടോ. എന്നിട്ടേ നമ്മുടെ അവിടുത്തെ അത് ഇടാൻ പാടുള്ളൂ. വെട്ടുകേക്കിന് മുറിച്ച് വെച്ചിട്ടുണ്ടല്ലോ ആ മാവ് ഇതിലേക്ക് ഇടാൻ പാടുള്ളൂ. പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇടയിൽ, ഈ മാവുകൾ തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് ബാക്കിയുള്ളതും അതേപോലെ ഇട്ട് കൊടുക്കുക. തീ നല്ല കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ. തീ കൂട്ടി വെച്ച് പറഞ്ഞാൽ കരിഞ്ഞു പോകും കേട്ടോ. അതുമല്ല ഉള്ളു വേഗില്ല. അപ്പോൾ കുറച്ച് നല്ലതുപോലെ സമയം എടുത്തിട്ട് സാവധാനം ചെയ്യേണ്ട പണിയാണ് ഇപ്പോൾ ഈ എണ്ണയിലിട്ടിട്ടുള്ള വറക്കൽ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ വെട്ടുകേക്കൊക്കെ ഇവിടെ റെഡി ആയിക്കണം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ചൂടാറിയിട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മുടെ വെട്ടുകേക്ക് വല്ല അങ്ങോട്ട് വറുത്ത് കോരി അങ്ങോട്ട് വെച്ചിക്കണം. അപ്പോൾ ഇക്ക വന്നു കേട്ടോ. അപ്പോൾ ഇക്ക ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു, ഇക്ക ഒന്ന് ടേസ്റ്റ് നോക്കുക എന്ന് പറഞ്ഞപ്പോൾ ഇതെന്താ പാത്രം ഇങ്ങനെ എടുക്കാൻ പറ്റാത്ത വിധത്തിൽ വെച്ചിക്കണല്ലോ എന്നുണ്ട് ഒരു കമൻറ്റും. എന്നിട്ട് പിന്നെ ഇക്ക കഴിച്ചു, ഇക്കാക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ.